ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ട് ഒരു രസമാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായി മല്ലിയില, ഈ ഒരു വലുപ്പത്തിൽ ഇഞ്ചി, കുരുമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി, കറിവേപ്പില. ആദ്യം തന്നെ നമ്മളൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കുക. കുരുമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് ചതച്ചെടുക്കുക. അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇടുക. ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിടുക. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചിയും ചേർക്കാം. കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക് കൂടി ചേർക്കാം. കുരുമുളക് ചതച്ച് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർക്കാവുന്നതാണ്. രസം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് മല്ലിയില, കറിവേപ്പില ഇതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ചു വരുമ്പോൾ നമുക്കിത് മൂടി വെക്കാം. അങ്ങനെ നല്ല രുചിയുള്ള രസം ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.